ആമിന എന്ന് പേരുള്ള പെൺകുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അവൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പെൻഷൻ തോൽപ്പിച്ച് ഫാത്തിമയുടെ പള്ളയ്ക്ക് കുത്തി. പള്ളയ്ക്ക് കുത്തിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു ഞെട്ടലുണ്ടായാലും ചിരിയാവും. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനുഷ്യന്റെ പള്ളയ്ക്ക് കൊണ്ടുകൊള്ളുമ്പോൾ അവൻ നോവുകയാണ്, വേദനയ്ക്കാണ്. നമ്മളെന്താ ചെയ്യുന്നത്? ചിരിക്കും. ഇത് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. വേദനിക്കുന്നവരെ കാണുമ്പോൾ അവനോടുകൂടെ വേദനിക്കാനും അവനെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ചെയ്യും. വളരെ ശ്രദ്ധിക്കണം. യുവജനങ്ങൾ പുതിയ വർഷത്തിലേക്കും വേദനിക്കുന്നതോടുകൂടെ വേദനിക്കാനായിട്ട് പരിചയമുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിരിച്ചു. അല്ല, നിങ്ങളെ ഞാൻ ദേഷ്യമൊന്നുമല്ല, കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണത്. നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് മാറണം, അതിൽ നിന്ന് വ്യതിചലിക്കണം. മനുഷ്യരോടുകൂടെ പറയാനായിട്ട് മനസ്സുള്ള യുവജനങ്ങളായി തീരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഫാത്തിമയുടെ പള്ളയ്ക്ക് കുത്തി എന്ന് കേട്ടപ്പോൾ ടീച്ചറിന് വലിയ സങ്കടമായി. അത് മനുഷ്യന് പൂർത്തിച്ചാണ് കുത്തിയിരിക്കുന്നത്. ഉടനെ ടീച്ചർ പെടണം. കാരണം ആ ക്ലാസ്സിൽ ഫാത്തിമയുടെ പള്ളയെ രാമനിക്ക് മാത്രം കഴിഞ്ഞു. അപ്പോൾ വിജയശ്രീ അവർക്ക് ഒരു കൂസലുമില്ല. എടീ, നീ എന്തിനാ ഈ ഫാത്തിമയുടെ പള്ളയ്ക്ക് പെൻസിൽ കുറിപ്പിച്ച് കുത്തിയത്? അവൻ പറഞ്ഞു, ടീച്ചർ, എന്റെ ക്ലാസ്സിൽ റഷീദ് എന്ന പേരുള്ള ഒരു ചെറുക്കനുണ്ട്. എത്ര പഠിക്കുന്ന പിള്ളേരാ? അവൻ എല്ലാ ദിവസവും സ്കൂളിൽ വരുമ്പോൾ ഒരു മുട്ടായി എനിക്ക്. ഞാനും എല്ലാ ദിവസവും വരുമ്പോൾ അവനൊരു മുട്ടായി കൊടുക്കും. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ പ്രായത്തിലേക്കൊക്കെയാണോ? കുഞ്ഞിന് തുടങ്ങിയിട്ടുണ്ട്, 1ാം ക്ലാസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. ഐ ലവ് യു. എനിക്ക് അവനോട് സ്നേഹമാണ്. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന റഷീദിനോട് ഫാത്തിമ എന്തിനാണ് വർത്താനം പറഞ്ഞത്? എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ ഒന്നും ചെയ്തു. ടീച്ചർ പറഞ്ഞു, ഇത് പത്രത്തിൽ വന്ന വാർത്ത, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല. ഇനി മേലിൽ ഇത്തരം സംഭവങ്ങൾ ഈ ക്ലാസ്സിൽ നടന്നാൽ TC പറഞ്ഞ എല്ലാത്തിനെയും ഇവിടുന്ന് പറഞ്ഞു. ഈ രശ്മി ടീച്ചർ സാർമാരോട് പറഞ്ഞു, സാർമാരെ എങ്ങനെ ശ്രദ്ധിച്ചേ, എന്നൊരു രോഗമായി ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങോട്ട് ചെല്ലും? എന്താ ടീച്ചറെ കാര്യം പറ. ടീച്ചർ കാര്യം പറഞ്ഞു. ടീച്ചർ കാര്യം പറഞ്ഞപ്പോൾ ടീച്ചറിന്റെ പുറകിൽ ഇത് കേട്ടോണ്ടിരുന്ന ടീച്ചർ പറയാം, ആഹാ, ഇതെന്തോ ഇരിക്കുന്നു. കഴിഞ്ഞ വർഷം എന്റെ ക്ലാസ്സിൽ എത്രയോ കല്യാണം നടന്നിരിക്കുന്നു. നിർത്തിയില്ല. ആ നടന്ന കല്യാണത്തിൽ എത്രയോ ഡൈവോഴ്സ് ആയിരിക്കും. ഇത് ക്ലാസ്സിൽ നടന്നു പറഞ്ഞു, മൈ ലൈഫ് ഈസ് ഫോർ അതേഴ്സ്, മൈ ലൈഫ് ഈസ് ഫോർ. അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? ചിലപ്പോൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ സ്നേഹിതർക്കും അല്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഞാൻ വീണ്ടും ആ പത്രവാർത്തയിലേക്ക് വരികയാണ്. ക്ഷേത്ര മേൽശാന്തി കാറിടിച്ച് രക്തം വാർന്ന് മരിച്ചു. നമുക്ക് ഒരു ഞെട്ടലും ഉണ്ടാക്കിയില്ലെങ്കിൽ ലിയോ മാവേലി എന്ന ഇന്ത്യക്കാരൻ പറയുകയാണ്, എന്റെ കണ്ണിന് മുമ്പിൽ ഇനിയും ആരും രക്തം വാർന്ന് മരിക്കാൻ പാടില്ല. അതിന് ഞാൻ എന്ത് പരിശ്രമം വേണേലും ചെയ്യും. അവൻ പരിശ്രമിച്ചു. രക്തം വാർന്നു പോകാതിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാസ്റ്റർ ഒട്ടിപ്പ് വിദ്യ അവൻ കണ്ടെത്തി. ഇന്ന് അനേകർക്ക് അവന്റെ ജീവിതം അനുഗ്രഹമായി തീരുന്നു. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുമോ? വാട്ട് ലൈഫ് ഈസ് ഫോർ. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കണം, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? നിങ്ങൾ പറയുമായിരിക്കും എന്റെ പപ്പയ്ക്ക് വേണ്ടി മമ്മിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുറെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത്. നിങ്ങൾ പണം ഉണ്ടാക്കിയാലും പപ്പയും മമ്മി നോക്കിയാലും നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് എന്റെ കർത്താവിനെ എടുത്ത് ആഗ്രഹിക്കുന്നത് തിരിച്ചറിയുന്നതിലൂടെയാണ്. കാഴ്ചകൾ പല വിധത്തിലാണ്, സ്ലോഗൻസ് പല വിധത്തിലാണ്. എല്ലാ സ്ലോഗനിലും ഒരു സന്ദേശമുണ്ട്. അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാ കാഴ്ചയിലും ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഉൾക്കൊള്ളണമെങ്കിൽ അത് ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മോട് പറയുന്നു, ഞാൻ എന്തിനാണ് ലോകത്തേക്ക് വന്നത്? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥമായ ജീവൻ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ജീവൻ നൽകിയത് മറ്റുള്ളവർക്ക് ജീവൻ. എക്സ്പ്ലോറിംഗ് ലൈഫ് ഫ്രം the life negating situation.